Let's go. I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. To another video. നിങ്ങൾ ഒരു ലേറ്റസ്റ്റ് ഐഫോൺ സീരീസ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ പ്രോ മാക്സിനേക്കാളും നല്ലത് ഐഫോൺ 17 സീരീസ് ആയിരിക്കും. ബിക്കോസ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്, പ്രൊമോഷൻ ഡിസ്പ്ലേ, അതുപോലെ തന്നെ ആൻറ്റി ഗ്ലെയർ കോട്ടിങ്, പിന്നെ A90 ലേറ്റസ്റ്റ് ചിപ്സെറ്റ്, അതുപോലുള്ള പൊളപ്പൻ ഫീച്ചേഴ്സ് എല്ലാം ഈ ഒരു ബേസ് ലൈനപ്പ് ആയിട്ടുള്ള 17-ലുണ്ട്. ആൻഡ് ഫാസ്റ്റ് ചാർജിങ്, അതുപോലെ തന്നെ വേപ്പർ ചേമ്പർ, ഈ പരിപാടികളെല്ലാം ഒരുമാതിരിപ്പെട്ട എല്ലാ പരിപാടികളും ഉണ്ട്. അതുപോലെ മറ്റേ ആക്ഷൻ ബട്ടൺ അല്ലേ, ക്യാമറ ആക്ഷൻ ബട്ടൺ, അതുപോലെ കൺട്രോൾ സ്വിച്ച് എല്ലാം പ്രോയിലും പ്രോ മാക്സിലും ഉള്ളതുപോലെ സെയിം സാധനങ്ങൾ 17 സീരീസിലുണ്ട് ബേസ് ലൈനപ്പ് ആയിട്ടുള്ള. വാല്യൂ ഫോർ മണി എന്നൊരു സംഭവം ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്രയും പൈസ കൂടുതൽ കൊടുത്ത് പ്രോ മാക്സ് എടുക്കുന്നതിനേക്കാളും നല്ലത് 17 സീരീസ് എടുക്കുന്നതായിരിക്കാം. ആൻഡ് ഇത്തവണ 17 സീരീസിൽ നമുക്ക് കളർ ഓപ്ഷൻസ് വരുന്നത് ലാവൻഡർ വരുന്നുണ്ട്, അതുപോലെ തന്നെ സേജ് ഗ്രീൻ, പിന്നെ ഒരു മിസ്റ്റ് ബ്ലൂ, വൈറ്റ് ആൻഡ് ബ്ലാക്ക് എന്നീ കളർ കോമ്പിനേഷൻ ആണ് വരുന്നത്. ഇത്തവണത്തെ ബിൽറ്റ് അലുമിനിയം ബിൽറ്റ് ആണ്, പ്ലസ് അതിൽ സെറാമിക് ഷീൽഡ് 2-ന്റെ പ്രൊട്ടക്ഷൻ ആണ് ഇത്തവണ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഡിസ്പ്ലേയിൽ കുറച്ച് 3 times സ്ക്രാച്ച് പ്രൊട്ടക്ഷൻ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ആന്റി ഗ്ലെയറിന്റെ കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 6.3 ഇഞ്ചസിന്റെ പ്രൊമോഷൻ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒക്കെയാണ് ഡിസ്പ്ലേയിൽ വരുന്നത്. ബിൽറ്റ് ചെയ്തിരിക്കുന്നത് അലുമിനിയം ബിൽറ്റ് ആണ്. ഇത്തവണ വന്നിരിക്കുന്ന എക്സെപ്റ്റ് ഐഫോൺ എയർ മാത്രമാണ് ടൈറ്റാനിയം ബിൽറ്റ് വരുന്നത്. ബാക്കി എല്ലാ വേരിയന്റും അലുമിനിയം ബിൽറ്റിലാണ് ഇത്തവണ വന്നിരിക്കുന്നത്. 177 gram ആണ് ഐഫോൺ 17 ബേസ് ലൈനപ്പിന്റെ വെയിറ്റ് വരുന്നത്. 2 സ്റ്റോറേജ് ഓപ്ഷൻ ആണ്, 256 ആൻഡ് 512 GB വരുന്നത്. 86,900 ആണ് 256 GB വരുന്നത്. 512 GB വരുമ്പോഴേക്കും 1 ലക്ഷം രൂപയുടെ അടുത്ത് വരും, 1 ലക്ഷം രൂപ വരും. ആൻഡ് ഇതിൽ ബാങ്ക് ഓഫർ ഉണ്ട്. ICICI ആക്സിസ് ബാങ്കിന് 5,000 ബാങ്ക് ഓഫർ വന്നിട്ടുണ്ട്. ഈ 2 കാർഡ് ഉള്ളവർക്ക് ഒരു 5,000 rupees അതിൽ നിന്ന് മൈനസ് ചെയ്യും. ഇതൊക്കെയാണ് ഇതിന്റെ ആ ഒരു ബിൽറ്റിലേക്ക് വരുമ്പോഴത്തേക്കും. അലുമിനിയം ബിൽറ്റാണ് വരുന്നത്. 177 gram ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. പ്ലസ് A90 3nm സിലിക്കൺ ചിപ്സെറ്റ് ആണ് ലേറ്റസ്റ്റ് ഐഫോൺ 17 കൊടുത്തിരിക്കുന്നത്. 6 core CPU ആൻഡ് 5 core GPU ആണ് ഇതിൽ പെർഫോം ചെയ്യുന്നത്. 2 പെർഫോമൻസ് കോർ ആൻഡ് 4 എഫിഷ്യൻസി കോർ CPU ആണ് വരുന്നത്. ആപ്പിൾ ഇന്റലിജൻസ് iOS 26 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ബാറ്ററി ഓൾ ഡേ ബാറ്ററി ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓൾ ഡേ ബാറ്ററി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു 30 hours വീഡിയോ പ്ലേ ബാക്ക് ടൈം ആണ് പറയുന്നത്. ക്യാമറ ഡിപ്പാർട്ട്മെന്റിലാണ് കുറച്ച് ചേഞ്ചസ് വന്നിരിക്കുന്നത്. ഇതിൽ ലേറ്റസ്റ്റ് 18 MB സെൻട്രൽ സ്റ്റേജ് ക്യാമറ, അതായത് ഓൾ വേരിയന്റിൽ കൊടുത്തിരിക്കുന്ന സെയിം ക്യാമറ തന്നെയാണ്. അതിന്റെ ആ സെൻസർ കുറച്ചുകൂടി വലിയ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ പിക്ചേഴ്സ് എടുക്കാം, വീഡിയോസ് എടുക്കാൻ പറ്റും. ആൻഡ് ഇതിലെ വീഡിയോയിൽ ആ സ്റ്റെബിലൈസേഷൻ ഒക്കെ കുറച്ചുകൂടി കൂട്ടിയിട്ടുണ്ട്. AI സപ്പോർട്ടഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ ഡ്യുവൽ ക്യാപ്ചർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സാംസങ് ഗാലക്സിയിൽ കൊണ്ടുവന്ന ആ സംഭവമില്ല, അതായത് ഫ്രണ്ടിലും ബാക്കിലും ക്യാമറ ഒരേ സമയത്ത് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഓട്ടോ ഫോക്കസ് ആ പരിപാടികളൊക്കെ എനേബിൾഡ് ആയിട്ട് വർക്ക് ചെയ്യും. പിന്നെ ബാക്കിയുള്ള ഈ ക്യാമറ സെറ്റിംഗ്സ്, അതിലുള്ള ഓപ്ഷൻസ്, ഫിൽറ്റേഴ്സ്, ഇതൊക്കെ ഓൾറെഡി ഉള്ള സാധനങ്ങൾക്ക് തന്നെ ഉണ്ട്. പ്ലസ് അതിൽ സ്റ്റെബിലൈസേഷൻ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. 48 MB പ്ലസ് 48 MB ഡ്യുവൽ ക്യാമറയാണ് ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. 48 MB ഫ്യൂഷൻ മെയിൻ ക്യാമറ ആൻഡ് 48 MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, ഈ 2 ക്യാമറ ലെൻസാണ് ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി കുറച്ചുകൂടി ബെറ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ മാക്രി ഫോട്ടോഗ്രാഫി എടുക്കാൻ പറ്റും ഇത് ഉപയോഗിച്ചിട്ട്. മാക്രോ ലെൻസസ് ആയിട്ട് ഇത് വർക്ക് ചെയ്യും. അപ് ടു 60 frames/second വരെ 4K ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യും. 2x ഒപ്റ്റിക്കൽ സൂം ആണ് വരുന്നത്. 0.5x പ്ലസ് 1x ആൻഡ് 2x. പ്രോ സീരീസിലാണ് വരുമ്പോഴത്തേക്ക് 8x വരെയൊക്കെ ഒപ്റ്റിക്കൽ സൂം വരുന്നത്. പിന്നെ പ്ലസ് ആപ്പിൾ ഇന്റലിജൻസ്, ക്രാഷ് ഡിറ്റക്ഷൻ, iOS പരിപാടികളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ Type-C ചാർജിങ്ങിൽ വരുന്നത് USB 2 ആണ് കൊടുത്തിരിക്കുന്നത്. പ്രോ വേരിയന്റിലേക്ക് വരുമ്പോഴത്തേക്കും USB 3 വേർഷനാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഫാസ്റ്റ് ഡാറ്റ ട്രാൻസ്ഫറിങ് കാര്യങ്ങളൊക്കെ പ്രോ മാക്സിലൊക്കെ വരുന്നുള്ളൂ. നമ്മൾ ഡെയിലി ഡ്രൈവറായിട്ട് യൂസ് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പീഡ് കുറച്ച് കുറവാണെങ്കിൽ നമുക്ക് മാനേജബിൾ ആണ്. USB Type 2 വയർലെസ് ചാർജിങ്, മാക്സ് സേഫ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. iOS 26 ഇല്ലേ, അതിൽ തന്നെ കുറേ കസ്റ്റമൈസബിൾ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. അതിൽ നമുക്ക് ആ തീമ്, ഡിസ്പ്ലേയുടെ ലുക്ക്, കളറ്, അതിൻ്റെ ആനിമേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കസ്റ്റമൈസ് ഒക്കെ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ് ലേറ്റസ്റ്റ് ഐഫോൺ 17. 6 meter വരെ നമുക്ക് വെള്ളത്തിനടി ഒരു 30 minutes വരെ സർവൈവ് ചെയ്യുമെന്നാണ് പറയുന്നത്. ആൻഡ് 16 core ന്യൂട്രൽ എഞ്ചിൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ക്യാമറയിൽ വരുന്നത് നമുക്ക് സെൻസർ ഷിഫ്റ്റ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടെക്നോളജിയാണ്. ബെറ്റർ ആയിട്ടുള്ള സ്റ്റെബിലൈസ് ആയിട്ടുള്ള വീഡിയോ ഫുട്ടേജ്, അതിൻ്റെ ഓട്ടോ ഫോക്കസ്, നൈറ്റ് ഫോട്ടോഗ്രാഫിയൊക്കെ കുറച്ചുകൂടി
കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ട് നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിൽ വരുന്ന മേജർ ഫീച്ചേഴ്സ്. പിന്നെ നമുക്ക് സിനിമാറ്റിക് വീഡിയോസ് ഒക്കെ നമുക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാം. മാക്രോ വീഡിയോഗ്രാഫി ഇൻക്ലൂഡിങ് സ്ലോ മോഷൻ ടൈം ലാപ്സ് ഒക്കെ നമുക്ക് ഇതിൽ സപ്പോർട്ട് ചെയ്യും. സ്പെഷ്യൽ ഓഡിയോ ആൻഡ് സ്റ്റീരിയോ റെക്കോർഡിംഗ് വരുന്നുണ്ട്. വിൻ നോയ്സ് റിഡക്ഷൻ്റെ പരിപാടിയൊക്കെ ഇതിൽ മൈക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓഡിയോ മിക്സ് പരിപാടികളൊക്കെ ഈ 17 സപ്പോർട്ട് ചെയ്യും. ആൻഡ് സ്ലോ മോഷൻ വീഡിയോസ് ഫ്രണ്ട് ക്യാം ഉപയോഗിച്ചിട്ട് നമുക്ക് 120 FPS HDVS അതായത് 1080p ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. ബ്ലൂടൂത്ത് വേർഷൻ 6 ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഫേസ് ID, സിറി പരിപാടികളെല്ലാം ആസ് യൂഷ്വൽ കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് iPhone 17 ഫീച്ചേഴ്സ് വരുന്നത്. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.